അപ്പോൾ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ 4ാമത്തെ ലാബിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ആ വെബ് ആപ്ലിക്കേഷനിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അൺഇൻറ്റൻഷ്യലി ഒരു മറ്റൊരു യൂസറിന് അല്ലെങ്കിൽ അതിലുള്ള യൂസറിന് തന്നെ റിവീൽ ചെയ്യണതാണ് എന്ത് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ലാബ് ഒതൻറ്റിക്കേഷൻ ബൈപ്പാസ് വിയ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ. അതായത് ദിസ് ലാബ്സ് അഡ്മിനിസ്ട്രേഷൻ ഇൻ്റർഫേസ് ആസ് ആൻ authentication bypass vulnerability, but it is impractical to exploit the knowledge of a custom HTTP header used by the front end. Okay, to solve the lab, obtain the header name, then use it to bypass the lab authentication, access the admin interface and delete the user Carlos. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ, ഈ ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്ട് നമ്മൾ അഡ്മിൻ്റെ ആക്സസ് എടുത്തുകൊണ്ട് ഒരു കാർലോസ് എന്ന യൂസറിനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ഇനി സൊല്യൂഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ എന്താവണം, ലോഗിൻ ആവണം. അതിനൊക്കെയായിട്ട് നമുക്ക് ഓൾറെഡി ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ലോഗിൻ ആവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മൾ എന്തായിട്ടുണ്ട്, ലോഗിൻ ആയത് പ്രീവിയസ് ലാബിൻ്റെ. ഓക്കെ, പ്രോക്സി പോയിട്ട് പുതിയ ഡെലിക്കേറ്റ്സ് പോയി നോക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് നോക്കാം. ക്ലിയർ ഹിസ്റ്ററി ഒന്നുകൂടി റീഫ്രഷ് ചെയ്യാം. ഇൻഡിക്കേഷൻ ബൈപ്പാസ്. ഓക്കെ, അപ്പോൾ ഈ ലാബ് സോൾവ് ചെയ്യാനുള്ള ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് അഡ്മിൻ. ഓക്കെ, റോബോ.txt എന്തെങ്കിലും നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാൻ റോബോ.txt ഇല്ലാന്ന് പറയണം. ഓക്കെ, നമുക്ക് എന്തായാലും ഗെറ്റ് യൂസർ എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒരു ഗെറ്റ് അഡ്മിൻ എന്നൊരു പേജ് ഉണ്ട്, നമ്മൾ ഗെസ്റ്റ് ചെയ്ത് ഗെറ്റ് അഡ്മിൻ എടുത്തു. അതെയോ 405 അൺഓതറൈസ്ഡ് എന്നാണ് പറയുന്നത്. നമുക്ക് അതിനുള്ള ആക്സസ് ഇല്ല, കാരണം നമ്മൾ അഡ്മിൻ അല്ലല്ലോ. നമുക്ക് ട്രേസ് എന്നൊരു മെത്തേഡ് കൊടുത്ത് കണ്ടോ. ഓക്കെ, നമുക്ക് ട്രേസ് ഇട്ട് കണ്ടോ കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റ് എക്സ് കസ്റ്റം IP ഓതറൈസേഷൻ. നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സെഷൻ ഉപയോഗിച്ചു. എക്സും കസ്റ്റം IP ഓതറൈസേഷൻ. കണ്ടെയ്നിങ് IP. അപ്പോൾ അതായത് എക്സ് കസ്റ്റം IP ഓതറൈസേഷൻ നമ്മളെ IP ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗസ് ചെയ്യുക. അതായത് അഡ്മിൻ എന്തായാലും ലോക്കൽ ഹോസ്റ്റ് ഉണ്ടാവില്ല, വെബ് പബ്ലിഷിന് എന്തായാലും ഒരു സെർവർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് കസ്റ്റം IP ഓതറൈസേഷൻ എന്നുള്ള നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് നമ്മൾ അടിയിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലോക്കൽ ഹോസ്റ്റിന് IP എടുക്കുക. 127.0.0.1 കൊടുത്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് അഡ്മിൻ ആക്സസ് കിട്ടും. നോക്കി നോക്കാം, ട്രേസ് അഡ്മിൻ നോക്കി നോക്കാം. ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്ത് നോക്കാം. ഗെറ്റ് 200 കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി, നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, അഡ്മിൻ ആക്സസ് കിട്ടി. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് കണ്ടോ, അഡ്മിൻ പാനൽ അക്കൗണ്ട് നമുക്ക് അഡ്മിൻ ആക്സസ് കിട്ടി. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമ്മളിത് എങ്ങനെ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ് കസ്റ്റം IP ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ നമ്മളെ IP ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ IP നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് എടുത്തു, ലോക്കൽ ഹോസ്റ്റിന് IP എടുത്തു. ലോക്കൽ ഹോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനും ലോക്കൽ ഹോസ്റ്റ് ഉണ്ടാവും, 127.0.0.1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ ഹോസ്റ്റിന് IP എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അഡ്മിൻ ആക്സസ് കിട്ടി. കണ്ടോ, ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ റിക്വസ്റ്റ് കെയിം ഫ്രം ദ ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ്.
എന്നിട്ട് നമ്മൾ എന്താണ് ഇത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ്സിന് വേണ്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് സെറ്റ് ചെയ്തപ്പോൾ എന്തായി, ഓക്കെ നമുക്ക് അഡ്മിൻ ആക്സസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കാർലോസ് എന്ന യൂസറിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കാർലോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അഡ്മിൻ ഡിലീറ്റ് യൂസർ നെയിം കാർലോസ് എന്നുള്ള നമുക്ക് റിക്വസ്റ്റ് ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, സക്സസ്ഫുള്ളി നമ്മൾ 304 കിട്ടി, നമുക്ക് 200 ഓക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെബ് പേജിൽ പോയി നോക്കുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ലാബ് സോൾവ് ചെയ്തു. നമ്മൾ ഈ ലാബ് സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടോ, ട്രേസ് എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തു. ട്രേസ് എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലായി ഒരു കസ്റ്റം IP ഓതറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നമ്മൾ IP ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്, നമുക്കറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. നമ്മൾ IP ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇത് എൻ്റെ IP ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന IP. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ആ കസ്റ്റം IP ആ ഹെഡർ ഉപയോഗിച്ചിങ്ങാണ്ട് ലോക്കൽ ഹോസ്റ്റിൻ്റെ IP കൊടുത്തു. അപ്പോൾ എന്തായി, എനിക്ക് അഡ്മിൻ ആക്സസ് കിട്ടി. അപ്പോൾ ഈ ലാബ് ഇത്രേ ഉള്ളൂ. ഇച്ചിരി ചിലപ്പോൾ കൺഫ്യൂസിങ് ആയൊരു അപ്പോൾ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ നമുക്ക് ഇനി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ ലാസ്റ്റത്തെ ലാബ് അതുകൊണ്ട് ഓക്കെ ലാസ്റ്റ് ലാബാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പറയാം.